അതിരപ്പള്ളി കൊമ്പൻ ചരിഞ്ഞതോടെ താങ്ങായി കൂടെയുണ്ടായിരുന്ന ഏഴാറ്റുമുഖം ഗണപതി ഇനി ഒറ്റയ്ക്കാണ്. എന്നാൽ മയക്കുവടിയേറ്റ ഘട്ടത്തിൽ കൊമ്പനെ തുമ്പിക്കൈ കൊണ്ട് താങ്ങി നിർത്തിയ ഗണപതിയുടെ ചിത്രം അത് ആനപ്രേമികളുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കും. തുമ്പിക്കൈ സൗഹൃദത്തിന്റെ സ്നേഹഹസ്തമായി അതിരപ്പള്ളി കൊമ്പനെ അവൻ താങ്ങി നിർത്തി, താഴെ വീഴാതെ. മസ്തകത്തിലെ ആഴമേറിയ മുറിവും പിന്നിലേറ്റ മയക്കുവെടിയുടെ ആലസ്യവും അതിരപ്പള്ളി കൊമ്പനെ അവശനാക്കിയിരുന്നു. ആ സ്നേഹാലിംഗനത്തിൽ നിന്ന് ഊർന്ന് കൊമ്പൻ മറിഞ്ഞു വീണു. എന്നിട്ടും വിട്ടെറിഞ്ഞു പോകാനാകാതെ വിഷാദത്തോടെ അവൻ കാത്തുനിന്നു. ക്ഷമകെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ റബ്ബർ ബുള്ളറ്റിൻ പ്രയോഗിച്ചു. അതോടെയാണ് പിന്തിരിഞ്ഞു നോക്കി അവൻ പിൻവാങ്ങിയത്. അവൻ ഏഴാറ്റുമുഖം ഗണപതി, അഗാധ സൗഹൃദത്തിന്റെ മറുവാക്ക്. പിടികൂടിയ ദിവസം രാവിലെയും കൊമ്പനും ഗണപതിയും ഒരുമിച്ചായിരുന്നു. മുറിവിലൊരു സ്നേഹലേപനം പോലെ അതിരപ്പള്ളി പുഴയോരത്ത് അവനുണ്ടായിരുന്നു കൂടെ. അവർ തമ്മിലുണ്ടായിരുന്നത് ദീർഘ സൗഹൃദം. അതിരപ്പള്ളി ഏഴാറ്റുമുഖം പ്ലാന്റേഷൻ മേഖലകളിലെ സ്ഥിര സാന്നിധ്യമാണ് ഗണപതി. ജനവാസ മേഖലകളിൽ തുടരുമ്പോഴും ജനങ്ങളെ ദ്രോഹിക്കാത്തവൻ. കലിയുടെ കറ പുരളാത്ത കറുത്ത സ്നേഹമായി അവൻ സഞ്ചാരികൾക്കിടയിലൂടെ നടന്നു. വിനോദസഞ്ചാര മേഖലയിലെ സ്ഥിര സാന്നിധ്യമായതുകൊണ്ട് ഗണപതിക്ക് കേരളമെങ്ങുമുണ്ട് ആരാധകർ. അവനായി FB സ്റ്റോറികളും ഇൻസ്റ്റാ റീലുകളും പ്രവഹിച്ചു. പക്ഷേ ഇനി ഗണപതി ഏകനാണ്. കൊമ്പന്റെ കൂട്ട് ഇനി അവനില്ല. അപ്പോഴും സ്നേഹത്തിന്റെ നിത്യനിദർശനമായി ഈ കാഴ്ച ഹൃദയങ്ങളിൽ തുടരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.